വണ്ണം കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഇനി മുതൽ ഇങ്ങനെയുള്ള ഒരു ഇഡ്ഡലി ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. അതിന് തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ 2 കപ്പ് റവയും 1.5 കപ്പ് ഓട്സ് മാത്രം മതി കേട്ടോ. അതിൻ്റെ കൂടെ വേണ്ടത് ചെറിയ ചെറിയ 3-4 കാര്യങ്ങൾ. ഇതുകൊണ്ട് നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റും. വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് വിശപ്പ് ഉണ്ടാകത്തുമില്ല, നമുക്ക് എന്നാൽ വെയിറ്റ് കൂടത്തുമില്ല കേട്ടോ. അപ്പോൾ അതിനു വേണ്ടി ഇതൊന്ന് സേവ് ചെയ്ത് വെച്ചോളൂ. എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ്. മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടാനായിട്ട് നിങ്ങളിത് ഷെയർ ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടണമെങ്കിൽ അതിൻ്റെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഞെക്കിയേക്കും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസൊക്കെ അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. ഇങ്ങനെയുള്ള വീഡിയോസിന് വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടിപൊളിയാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരും വെയിറ്റ് ലോസ് ചെയ്യുന്നവരും അതല്ലാത്ത നമ്മുടെ വീട്ടിലുള്ള അമ്മച്ചിമാരും അമ്മമാരും വയസ്സായവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ കേട്ടോ. സാമ്പാറോ ചട്നിയോ തേങ്ങാ ചട്നിയോ എന്ത് വേണമെങ്കിലും കൂട്ടി കഴിക്കാൻ പറ്റിയ അടിപൊളിയാണ്. ഉണ്ടാക്കി തിന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും തിന്നാനുള്ള ടെൻഡൻസി ഉണ്ടാവുകയും അതേപോലെ തന്നെ ഒരുപാട് ഗുണങ്ങളുള്ള ഈ ഇഡ്ഡലി തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത്, ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അത് നല്ലതുപോലെ ചൂടായി വരുമ്പോൾ നിങ്ങൾ എന്ത് ഓയിലാണോ ഉപയോഗിക്കുന്നത് ആ ഓയിൽ ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് അതിനകത്ത് കടുക് പൊട്ടിക്കുക. ഉഴുന്ന് പരിപ്പിട്ട് പൊട്ടിയതിന് ശേഷം വേപ്പില ഇടുക. വേപ്പിലയും നല്ലതുപോലെ മൊരിഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ 2 കപ്പ് റവ അതിനകത്തിട്ട് ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒരു റെഡ് കളറാവുന്നവരെ മൊരിച്ചെടുത്ത് മാറ്റി വെച്ചത് ഓട്സ് നല്ലതുപോലെ പൊടിച്ചെടുക്കുക. എന്നിട്ട് നല്ലൊരു കുഴിയുള്ള പാത്രത്തിലേക്ക് ഓട്സ് ഇടുക. ഈ നമ്മുടെ താളിച്ച് വെച്ചിരിക്കുന്ന റവക്കൂട്ടും കൂടി അതിനകത്തോട്ടിട്ട് ആവശ്യത്തിന് ഉപ്പ്, പച്ചമുളക്, മല്ലിയില, 1 ക്യാരറ്റ്, ഒരു സാമാന്യം വലിപ്പമുള്ളൊരു ക്യാരറ്റ്, ഒരു 100 ഗ്രാമോളം അളവ് തൂക്കത്തിലുള്ളൊരു ക്യാരറ്റ് ആയിക്കോട്ടെ, അത് നല്ലോണം ഗ്രേറ്റ് ചെയ്ത് അതും കൂടി ഇട്ടിട്ട് ഇഡ്ഡലി മാവ് നമ്മൾ തയ്യാറാക്കൂലേ അതുപോലെ നല്ലതുപോലെ വെള്ളമൊക്കെ ഒഴിച്ച് നല്ലോണം ഒന്ന് സോഫ്റ്റായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെക്കുക. ഒരു 15 മിനിറ്റോളം ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് തയ്യാറാക്കാം കേട്ടോ. ഇഡ്ഡലി ചെമ്പിനകത്ത് കോരി ഒഴിച്ച്, ഇഡ്ഡലി ചെമ്പിൽ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്ന തട്ടിനകത്ത് എണ്ണ തൂത്ത് നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ അത് കോരി ഇഡ്ഡലി ചെമ്പിലേക്ക് ഒഴിക്കുന്നതിന് മുമ്പ് നമ്മളൊന്ന് ഇളക്കണം കേട്ടോ. ഇളക്കി വരുമ്പോൾ അതിനകത്ത് 2 നുള്ള് ഈനോ കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി ഇഡ്ഡലി കോരി ഒഴിച്ച് ഇഡ്ഡലി ഉണ്ടാക്കി നല്ല സോഫ്റ്റ് ഇഡ്ഡലിയും നല്ല ഹെൽത്തിയുമായിട്ടുള്ള ഇഡ്ഡലിയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കണം. ഉണ്ടാക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം. ബൈ.